എല്ലാ മാധ്യമ സുഹൃത്തുക്കൾക്കും എൻ്റെ വിനീതമായ നമസ്കാരം. കലാനിധി സെൻറ്റർ ഫോർ ഇന്ത്യൻ ആർട്സ് ആൻഡ് കൾച്ചർ ഹെറിറ്റേജ് ട്രസ്റ്റിൻ്റെ കലാനിധി പ്രഥമ ശ്രീ പാർത്ഥസാരഥി പുരസ്കാര സമർപ്പണവും നൃത്ത സംഗീത സമന്വയവും ഇതിൻ്റെയും അവാർഡ് ഡിക്ലെയർ ചെയ്യുന്ന ഫംഗ്ഷനാണ് ഈ വേദിയിൽ പത്രസമ്മേളനത്തിൽ ഡിക്ലെയർ ചെയ്യുന്നത്. എന്നോടൊപ്പം പത്രസമ്മേളനത്തിൽ സംഗീത സംവിധായകൻ ബാലു കിരിയർ, ചലച്ചിത്ര സംവിധായകൻ ബാലു കിരിയർ, ഡോക്ടർ സി ഉദയകല, രക്ഷാധികാരി കലാനിധി, അധ്യക്ഷ ഓൾ സയൻസ് കോളേജ് മുക്കമ്പാലമൂട് രാധാകൃഷ്ണൻ, രക്ഷാധികാരി കലാനിധി, സംഗീതജ്ഞനും ഗാന രചയിതാവും മതമൈത്രി സംഗീതജ്ഞനുമായ ഡോക്ടർ വാഴമുട്ടം ബി ചന്ദ്രബാബു, ഗാനരചയിതാവും ആയ പ്രദീപ് തൃപ്പരപ്പ്, ഗാനരചയിതാവായ വിനോദ് ശ്രീധർ ആനേറ എന്നിവരാണ് എന്നോടൊപ്പം ഈ വേദിയിൽ. റഹീം മനൂർ സിനിമാ പിയാറോ ഞങ്ങളോടൊപ്പം ഈ വേദിയിലുണ്ട്. പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ പൈങ്കുനി മഹോത്സവത്തോടനുബന്ധിച്ച് കലാനിധി നടത്തുന്ന നൃത്ത സംഗീത സമന്വയം 13-ാം തീയതി വൈകുന്നേരം 7 മണിക്ക് കിഴക്കേ നടയിൽ അരങ്ങേറുകയാണ്. ജീവകാരുണ്യ കലാ, സാമൂഹ്യ, സാംസ്കാരിക, വിദ്യാഭ്യാസ, ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ 2.5 പതിറ്റാണ്ടിലേറെ കാലമായി വിവിധ മേഖലകളിൽ കലാനിധി നിസ്വാർത്ഥമായ സേവനം അനുഷ്ഠിച്ചു വരുന്നു. സുദീർഘമായി നടന്നു വരുന്ന ഒരു സാംസ്കാരിക ട്രസ്റ്റാണ് കലാനിധി. കലാനിധിയുടെ പ്രഥമ പാർത്ഥസാരഥി പുരസ്കാര സമർപ്പണവും നൃത്ത സംഗീത സമന്വയവും ശിവനാമസ്വാമി ക്ഷേത്രത്തിലെ പൈങ്കുനി ഉത്സവത്തോടനുബന്ധിച്ച് നടക്കുകയാണ്. ഈ പൈങ്കുനി ഉത്സവത്തോടനുബന്ധിച്ചുള്ള അവാർഡ് ആർക്കൊക്കെ ലഭിച്ചു എന്ന് ഡിക്ലെയർ ചെയ്യേണ്ട ചുമതലയാണ് എന്നെ ഏൽപ്പിച്ചിരിക്കുന്നത്. കലാനിധി പാർത്ഥസാരഥി സുവർണമുദ്ര സംഗീത ശ്രേഷ്ഠ പുരസ്കാരം പ്രൊഫസർ PR കുമാര കേരളവർമ്മ, കർണാടക സംഗീതജ്ഞൻ, സ്വാതി തിരുനാൾ സംഗീത കോളേജ് മുൻ പ്രിൻസിപ്പൽ, കലാനിധിയുടെ രക്ഷാധികാരിയാണ് അദ്ദേഹത്തിനാണ് കലാനിധി പാർത്ഥസാരഥി സുവർണമുദ്ര സംഗീത ശ്രേഷ്ഠ പുരസ്കാരം നൽകുന്നത്. കലാനിധി പാർത്ഥസാരഥി സുദർശന ചക്ര പുരസ്കാരം പ്രൊഫസർ അഡ്വക്കേറ്റ് രമാഭായി, എഴുത്തുകാരിയും കവിയും ആണ് റിട്ടയർഡ് വിമൻസ് കോളേജിലെ പ്രിൻസിപ്പലായിരുന്നു റിട്ടയർ ചെയ്തത്. കലാനിധി പാർത്ഥസാരഥി സംഗീതരത്ന പുരസ്കാരം പ്രൊഫസർ B അരുന്ധതി, പ്രശസ്ത പിന്നണി ഗായിക. പാർത്ഥസാരഥി അക്ഷരശ്രേഷ്ഠ പുരസ്കാരം ശ്രീ സുനിൽ പ്ലാമോട്, കവി ഗാനരചയിതാവ് എഴുത്തുകാരൻ, ശ്രീ ഹരികുമാർ KP, കവി ഗാനരചയിതാവ്, ശ്രീമതി സംഗീതാദാസ് കവയിത്രി ഗാനരചയിതാവ് നോവലിസ്റ്റ്, ശ്രീമതി മായ അനൂപ് കവയിത്രി സാഹിത്യകാരി, ശ്രീമതി ജാനു കാഞ്ഞിരക്കുളം കവയിത്രി ഗാനരചയിതാവ്, ശ്രീ MG കണ്ടല്ലൂർ കവി നാടകനടൻ, ശ്രീമതി വിജയ വിജയൻ കവയിത്രി കഥാകൃത്ത്, ശ്രീമതി ഷാമിന TM കവയിത്രി കഥാകൃത്ത്. ശ്രീ പാർത്ഥസാരഥി ആരോഗ്യരത്ന പുരസ്കാരം, ശ്രീ പാർത്ഥസാരഥി സാഹിത്യ ശ്രേഷ്ഠ പുരസ്കാരം അരുമാനൂർ രതികുമാർ. കലാനിധിയുടെ ആദരവ് നൽകുന്ന ആ ചടങ്ങിൽ വെച്ച് ആദരിക്കപ്പെടുന്ന പ്രമുഖ വ്യക്തികൾ ശ്രീ മഹേഷ് P, എക്സിക്യൂട്ടീവ് ഓഫീസർ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം, ശ്രീ അരവിന്ദ് മുരളി PRO ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം, ശ്രീ മുകേഷ് മോഹൻ PRO ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം, ശ്രീമതി കൃഷ്ണ പ്രിയദർശൻ. ആലപിച്ചിരിക്കുന്നത് കലാനിധിയുടെ രക്ഷാധികാരിയായ രഞ്ജിനി സുധീരനാണ് ഗാനം സംഗീത സംവിധാനം നിർവഹിച്ചിരിക്കുന്നത്. പാർത്ഥസാരഥി നൃത്ത സംഗീത സമന്വയത്തിൽ കലാനിധി പ്രതിഭകളും സിനിമ, മിനി സ്ക്രീൻ താരങ്ങളും ചേർന്ന് അവതരിപ്പിക്കുന്ന ദൃശ്യവിസ്മയ ആ വേദിയിൽ അരങ്ങേറുകയാണ്. ഉദ്ഘാടനം നിർവഹിക്കുന്നത് രാമവർമ്മ തമ്പുരാൻ കിളിമാനൂർ കൊട്ടാരം. മുഖ്യപ്രഭാഷണം സെൻകുമാർ സാറാണ്. മുഖ്യാതിഥി ശ്രീ
രാമേന്ദ്രൻ സർ എന്നിവരാണ് പാർത്ഥസാരഥി പുരസ്കാര സമർപ്പണത്തിൽ അതിഥികളായി എത്തുന്നത്. കലാനിധിയുടെ പ്രവർത്തനങ്ങൾക്ക് എന്നും ഞങ്ങളോടൊപ്പം നിൽക്കുന്ന മാതൃക സുഹൃത്തുക്കൾ ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് അർഹിക്കുന്ന പ്രാധാന്യം നൽകി ജയിപ്പിക്കണമെന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുന്നു. കലാനിധിയുടെ 2 ദിവസത്തെ പരിപാടിയാണ് ഇന്ന് ഇവിടെ പത്രസമ്മേളനം നടത്തുന്നത്. 13-ാം തീയതി ചെങ്കൽ മഹാദേവ ക്ഷേത്രത്തിൽ, ഏപ്രിൽ 14 വിഷുദിനത്തിന് ചെങ്കൽ മഹാദേവ ക്ഷേത്രത്തിൽ നെയ്യാറ്റിക്കര മഹേശ്വരം ശ്രീ ശിവപാർവതി ക്ഷേത്ര തിരുസന്നിധിയിൽ 8 വർഷമായി കലാനിധി പണിയും കൈനീട്ടവും കലാപരിപാടി അവിടെ അവതരിപ്പിച്ചു വരികയാണ്. കലാനിധിയുടെ ഉപദേശക സമിതി അഡ്വൈസറി ബോർഡ് മെമ്പറായ MK അർജുന മാഷിൻ്റെയും കടമ്പനിട്ട രാമകൃഷ്ണൻ മാഷിൻ്റെയും സ്മൃതി സന്ധ്യയും പ്രഥമ കലാനിധി പുരസ്കാര സമർപ്പണവും ആ വേദിയിൽ അരങ്ങേറുകയാണ്. മഹേശ്വരത്തപ്പൻ ഓഡിയോ CD ആൽബം പ്രകാശന കർമ്മവും സംഗീത നൃത്തശില്പവും ആ വേദിയിൽ അരങ്ങേറും. ഇവിടെ നേരത്തെ പറഞ്ഞതുപോലെ, അല്ലെങ്കിൽ ഈ പ്രസ് ക്ലബിൽ തന്നെ പല മീറ്റിങ്ങുകൾ ഇതിനു മുൻപ് നടന്നിട്ടുള്ളതിൽ ഒക്കെ നമുക്കറിയുന്നതാണ്. കലാനിധി സെൻറ്റർ ഫോർ കൾച്ചർ 25 വർഷത്തെ ഒരു ചരിത്രം. അതായത് വളരെ അതിപ്രശസ്തർ തൊട്ട് പ്രശസ്തിയിലേക്ക് വരുന്ന കലാകാരന്മാരെ വരെയും കണിയും കൈനീട്ടവും നൽകി സാഹിത്യത്തിൻ്റെയും സംഗീതത്തിൻ്റെയും ലോകത്തേക്ക് കൈപിടിച്ചു കൊണ്ടുവരുന്ന ഒരു സാംസ്കാരിക സംഘടനയാണ്. അതിൻ്റെ ചെയർപേഴ്സണായ ശ്രീമതി ഗീത രാജേന്ദ്രൻ നിസ്വാർത്ഥമായ, അല്ലെങ്കിൽ ഒരു സ്ത്രീക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും വലിയ സാഹിത്യ സാമൂഹ്യ പ്രവർത്തനങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മാധ്യമ ശ്രദ്ധ ഈ കലാനിധിയുടെ പ്രവർത്തനങ്ങൾക്ക് വേണമെന്ന് ഒരു എളിയ അഭ്യർത്ഥന കൂടി നിങ്ങളുടെ മുന്നിൽ വെച്ചുകൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിലോട്ട് കടക്കുന്നു. നമുക്കൊക്കെ ഏറ്റവും ആദരണീയനായ ശ്രീ MK അർജുനൻ മാസ്റ്ററുടെ പേരിലുള്ള അവാർഡുകൾ ഉൾപ്പെടെയാണ് ചെങ്കൽ മഹാദേവ ക്ഷേത്രത്തിൽ വിഷുവിൻ്റെ അന്ന് വൈകുന്നേരം വിതരണം ചെയ്യുന്നത്. ഒരുപാട് കലാകാരന്മാർക്കും കലാകാരികൾക്കും അവിടെ അവാർഡ് കിട്ടുന്നുണ്ട്. കലാനിധി ഹൈന്ദവരത്ന പുരസ്കാരം ശ്രീ പ്രശാന്ത് വർമ്മ, കലാനിധി MK അർജുനൻ മാസ്റ്റർ സുവർണമുദ്ര സംഗീതരത്ന പുരസ്കാരം ശ്രീ മോഹൻ സിത്താര, കലാനിധി MK അർജുനൻ മാസ്റ്റർ സംഗീത ശ്രേഷ്ഠ പുരസ്കാരം ശ്രീ മഹേന്ദ്രൻ K പൊതുവാൾ, കലാനിധി MK അർജുനൻ മാസ്റ്റർ നവാഗത സംഗീത സംവിധായിക ശ്രീമതി കൃഷ്ണ പ്രിയദർശൻ, കലാനിധി MK അർജുനൻ മാസ്റ്റർ സംഗീത കലാരത്ന പുരസ്കാരം ശ്രീ രാമവർമ്മ തമ്പുരാൻ കിളിമാനൂർ കൊട്ടാരം, കലാനിധി കടമനിട്ട രാമകൃഷ്ണൻ സുവർണമുദ്ര പുരസ്കാരം പ്രൊഫസർ അഡ്വക്കേറ്റ് രമാഭായ്, കവയത്രി മുൻ പ്രിൻസിപ്പൽ ഗവൺമെന്റ് കോളേജ്, കടമനിട്ട രാമകൃഷ്ണൻ കാവ്യശ്രേഷ്ഠ പുരസ്കാരം ശ്രീ പ്രഭാവർമ്മ, കടമനിട്ട രാമകൃഷ്ണൻ സാഹിത്യശ്രേഷ്ഠ പുരസ്കാരം ഡോക്ടർ S പ്രീതൻ, MK അർജുനൻ മാസ്റ്റർ സംഗീത ശ്രേഷ്ഠ പുരസ്കാരം ശ്രീ ഗീതാകൃഷ്ണൻ, കലാനിധി യുവ കലാശ്രേഷ്ഠ സുവർണമുദ്ര പുരസ്കാരം ശ്രീ ശ്രീജിത്ത് മാലിയിൽ, കടമനിട്ട രാമകൃഷ്ണൻ സാഹിത്യശ്രേഷ്ഠ പുരസ്കാരം ശ്രീ S സുരേഷ് കിള്ളിയു, കടമനിട്ട രാമകൃഷ്ണൻ കാവ്യശ്രേഷ്ഠ പുരസ്കാരം ശ്രീമതി ബിജു, കടമനിട്ട രാമകൃഷ്ണൻ കലാശ്രേഷ്ഠ പുരസ്കാരം ശ്രീമതി സുജാത, ശ്രീ ശിവശങ്കര പുരസ്കാരം ശ്രീ നേമ പുഷ്പരാജ്, അഭിനയ ശ്രേഷ്ഠ പുരസ്കാരം ശ്രീ MR ഗോപകുമാർ, രാജാ രവിവർമ്മ ദൃശ്യമാധ്യമ പുരസ്കാരം ശ്രീ ലിയോ രാധാകൃഷ്ണൻ, രാജാ രവിവർമ്മ എക്സലൻസ് പുരസ്കാരം ശ്രീ മുക്കമ്പാലമൂട് രാധാകൃഷ്ണൻ, മാധ്യമശ്രേഷ്ഠ പുരസ്കാരം വിനു ശ്രീലകം, കലാനിധി രാജാ രവിവർമ്മ കർമ്മശ്രേഷ്ഠ പുരസ്കാരം ശ്രീ അനിൽ തോമസ്, സമകാലികം മികച്ച TV വാർത്താധിഷ്ഠിത പരിപാടി സമകാലികം ദൂരദർശൻ മലയാളം ന്യൂസ്, ശബ്ദശ്രീ പുരസ്കാരം ശ്രീ P കൃഷ്ണകുമാർ, കടമനിട്ട രാമകൃഷ്ണൻ കാവ്യാഞ്ജലി പുരസ്കാരം ശ്രീ പോത്തുപാറ മധുസൂദനൻ, ശ്രീ ഷംനാഥ്, ശ്രീമതി സംഗീത, ശ്രീമതി മെറീന ടോമി, ശ്രീ പ്രദീപ് തൃപ്പരപ്പ്, കാവ്യരത്ന പുരസ്കാരം ശ്രീ മാറനല്ലൂർ സുധി, ശ്രീമതി സ്മിതാദാസ്, ശ്രീമതി ഉഷ ആനന്ദ്, ശ്രീ ഹരൻ പുന്നാവു, ശ്രീമതി രാധു പുനലൂർ, അക്ഷരശ്രീ പുരസ്കാരം ശ്രീമതി ശ്രീദേവി പ്രസാദ്, ശ്രീമതി ജയലക്ഷ്മി, കടമനിട്ട രാമകൃഷ്ണൻ സ്മാരക സാഹിത്യ ശ്രേഷ്ഠ പുരസ്കാരം ശ്രീ അനിൽ കരികുളം, ശ്രീമതി രാജലക്ഷ്മി മാർനല്ലൂർ, കടമനിട്ട രാമകൃഷ്ണൻ അക്ഷരശ്രീ പുരസ്കാരം ശ്രീ സുഗു മരുതത്തൂർ, കലാനിധി ഭാരതൻ സ്മാരക കലാശ്രേഷ്ഠ പുരസ്കാരം ശ്രീ KP പ്രസാദ്, ചലച്ചിത്ര സംവിധായകൻ. ഇത്രയും അവാർഡുകളാണ്
ചെങ്കൽ ശിവക്ഷേത്രത്തിൽ വെച്ച് അന്ന് ത്രിസന്ധിയിൽ വിഷുവിൻ്റെ അന്ന് ത്രിസന്ധിയിൽ നടക്കുന്നത്. മാധ്യമ സാഹിത്യ എല്ലാ രംഗത്തെയും ഉള്ള പ്രവർത്തകരെയും കലാനിധിക്ക് വേണ്ടി ഒരിക്കൽ കൂടി അവിടേക്ക് ക്ഷണിക്കുന്നു. തിരുവനന്തപുരം മഹാനഗരത്ത് ഇത്തരത്തിൽ പ്രൗഢഗംഭീരമായിട്ടുള്ള പരിപാടികൾ ചേച്ചി ആസൂത്രണം ചെയ്യുമ്പോൾ നമ്മളെപ്പോലുള്ള അഭ്യുദയകാംക്ഷികളെല്ലാം ചേച്ചിക്ക് പിന്തുണയായി ടീച്ചറും ബാലചേട്ടനും നമ്മളും എല്ലാം വരുന്നത്. കലാനിധി മെമ്പർ KS സോമശേഖരൻ നായർ നിർമ്മാണവും ഗാനരചനയും നിർവഹിച്ച് KP പ്രസാദ് രചനയും സംവിധാനവും നിർവഹിക്കുന്ന ശേഷിപ്പുകൾ എന്ന സിനിമയുടെ പോസ്റ്റർ പ്രദർശനം അന്ന് ചെങ്കൽ മഹാദേവ ക്ഷേത്രം ദക്ഷിണ കൈലാസം ക്ഷേത്രത്തിൽ വെച്ച് നിർവഹിക്കുന്നതാണ്. കലാനിധി മെമ്പറും ഗാനരചിതാവും ഗായകനും കവിയത്രിയുമായ ആശാ കിഷോർ മുത്തൽ തീർത്ത ചെങ്കൽ ക്ഷേത്രത്തിൻ്റെ ക്ഷേത്രത്തിൻ്റെയും ശിവലിംഗത്തിൻ്റെയും ഇപ്പോൾ ഉദ്ഘാടനം ചെയ്യുവാൻ പോകുന്ന വൈകുണ്ഠത്തിൻ്റെയും എല്ലാം മുത്തൽ തീർത്ത ആ വിഗ്രഹം മഹേശ്വരത്തപ്പൻ മഠാധിപതി ചെങ്കൽ മഠാധിപതി സ്വാമി മഹേശ്വരാനന്ദയ്ക്ക് അന്ന് അവിടെ വെച്ച് നിർവഹിക്കുന്നതാണ്. ആ ഡോക്യുമെൻ്ററി സിനിമയിൽ പാട്ടുകൾ എഴുതിയിരിക്കുന്നത് മഹേശ്വരത്തപ്പ മഠാധിപതി മഹേശ്വരാനന്ദ സ്വാമികളാണ്. അടുത്ത വരികൾ എഴുതിയിട്ടുള്ള ഡോക്ടർ അനിൽകുമാർ ST ആണ്. അതിൻ്റെ രചന നിർവഹിച്ച 4 വ്യക്തിത്വങ്ങളുണ്ട്. കൃഷ്ണ പ്രിയദർശൻ, ശ്രീമതി ലാലി രംഗനാഥ്, ശ്രീമതി ബിന്ദു അരുവിപ്പുറം, ശ്രീ പ്രദീപ് തൃപ്പരപ്പ്, ശ്രീമതി ആശാ കിഷോർ, സുനിൽ രാമോട്, വിനോദ് ശ്രീധർ ആനയർ എന്നിവരുടെ ഗാനങ്ങൾക്കാണ് ആ ചിത്രത്തിൽ രചന ചെയ്തിട്ടുള്ളത്. സംഗീത സംവിധാനം നമ്മുടെ കിളിമാനൂർ കൊട്ടാരം രാജ രവിവർമ്മ തമ്പുരാനാണ്. ശ്രീ മഹേശ്വരൻ പൊതുവാൾ, ശ്രീ രഞ്ജിനി സുധീർ, രാധിക S നായർ, സുബീഷ് പടയനിലം, സുമേഷ് അരിയൂർ, കുമാരി ശ്രദ്ധ പാർവതി എന്നിവർ ആലപിച്ചിരിക്കുന്നു. ഗായകർ പ്രൊഫസർ ലതിക, രഞ്ജിനി സുധീരൻ, രാധിക S നായർ, മഹേന്ദ്ര K പൊതുവാൾ, മണക്കാട് ഗോപൻ, കുമാരി ശ്രദ്ധ പാർവതി, കുമാരി ശ്രേയ മഹേഷ്, ദേവി ശ്രേഷ്ഠ മഹേഷ്, മാസ്റ്റർ ഗിരീഷ്, ശ്രീ നന്ദൻ AS, ലിജേഷ് അത്തിലാട്ട് എന്നിവരാണ് ഗാനങ്ങൾക്ക് ഈണം നിർവഹിക്കുന്നത്. കോറസ് പാടുന്നത് മാസ്റ്റർ ആരോമൽ, കുമാരി അനഘ, മാസ്റ്റർ ആദിത്യൻ, കുമാരി ലക്ഷ്മി, കുമാരി നന്ദൻ. ഇത് ചേച്ചിയുടെ കുട്ടികളാണ്. ചേച്ചിയാണ് അത് പാട്ടുകളെല്ലാം പഠിപ്പിച്ച് മുഖ്യ പാട്ടുകാരായിട്ട് കൊണ്ടുവരുവാൻ കലാനിധി സംഘടന ശ്രമിച്ചുകൊണ്ട്. നമസ്കാരം. സ്മൃതി സന്ധ്യയുടെ ഉദ്ഘാടനം ശ്രീ മഹേശ്വരത്തപ്പൻ കൈനീട്ടവും ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നത് സപ്തസ്വരങ്ങളെ ധ്യാനിച്ചുകൊണ്ട് സംഗീത ലോകത്തെ പ്രമുഖരായ പ്രൊഫസർ PR കുമാരകേരളവർമ്മ, ശ്രീ രാമവർമ്മ തമ്പുരാൻ കിളിമാനൂർ കൊട്ടാരം, ശ്രീ മോഹൻ സിത്താര, ശ്രീമതി കൃഷ്ണ പ്രിയദർശൻ, ശ്രീമതി രാധിക S നായർ, ശ്രീ മഹേന്ദ്രൻ K പൊതുവാൾ, കുമാരി ശ്രദ്ധ പാർവതി എന്നിവർ ചേർന്നാണ് സപ്തസ്വരങ്ങളുടെ ദീപനാളങ്ങൾ തെളിയിച്ചുകൊണ്ട് ഉദ്ഘാടനം നിർവഹിക്കുന്നത്. കലാനിധിയുടെ മുഖ്യ രക്ഷാധികാരിയായ കുമാരകേരളവർമ്മ സാറിൻ്റെ കർണാടക സംഗീതജ്ഞനും കലാനിധിയുടെ രക്ഷാധികാരിയുമായ പ്രഗത്ഭരായ സംഗീതജ്ഞരുടെ ഗുരുസ്ഥാനീയനുമായ പ്രൊഫസർ PR കുമാരകേരളവർമ്മയ്ക്ക് ചെങ്കൽ മഹേശ്വരം ശ്രീ ശിവപാർവതി ക്ഷേത്ര മഠാധിപതി സ്വാമി മഹേശ്വരാനന്ദ സരസ്വതിയുടെ കാർമ്മികത്വത്തിൽ ഗുരുവന്ദനവും പാദപൂജയും നടത്തി സംഗീതജ്ഞനും കലാനിധി അംഗങ്ങൾ കലാനിധി പ്രതിഭകളും ചേർന്ന് ആദരിക്കുന്നു. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. എല്ലാവർക്കും നമസ്കാരം. കലാനിധിയുടെ 25 വർഷത്തെ പ്രവർത്തനങ്ങൾ എടുക്കുമ്പോൾ കലാരംഗത്ത് വെച്ച് തുടങ്ങുന്ന കുട്ടികളുമായി പ്രഗത്ഭരായ സംഗീതജ്ഞരെ വരെ ഉൾപ്പെടുത്തിക്കൊണ്ട് ശ്രീമതി ഗീതാരാജൻ എന്ന ഒരു വലിയ പ്രവർത്തകനാണ്. ഒരു മുന്നോട്ടുള്ള ഗതിക്ക് നമ്മൾ പോലെ കുറച്ചുപേരുടെ ഒരു പിന്തുണ ഉണ്ടെങ്കിലും അത് അവർ കൊണ്ടുപോകുന്ന ശൈലി അത് അനന്തപുരിയിൽ ഒരു സ്ത്രീരത്വത്തിന് മാത്രമേ കഴിയൂ. അത് ഗീതാരാജൻ വേണമെങ്കിൽ പറയാം. പല സംഘടനകളുണ്ടെങ്കിൽ അത് ഒരു സ്ത്രീ ഒറ്റയ്ക്ക് നടത്തിക്കൊണ്ട് പോകുന്ന ഒരു സംഘടന നിലയിൽ കലാനിധി അത് വേറിട്ട് നിൽക്കുന്നു. കലാനിധിയുടെ പ്രവർത്തനങ്ങളെ കുറിച്ചൊക്കെ എല്ലാവരും പറഞ്ഞു. ഇതിലേറ്റവും പ്രത്യേകതയുള്ളൊരു കാര്യം എന്ന് പറയുന്നത്
സകല മേഖലകളിലും, അതായത് കലാ, സാഹിത്യ, സാംസ്കാരിക, മാധ്യമ മേഖലകളിലുള്ള പരിണതപ്രജ്ഞരായിട്ടുള്ള വ്യക്തികളെ ആദരിക്കുന്നതിനോടൊപ്പം തന്നെ വളർന്നു വരുന്ന കലാകാരന്മാരെയും ഈ സകല മേഖലകളിലുള്ള വ്യക്തികളെയും അവരെ ഉയർത്തിക്കൊണ്ടുവരാനുള്ള ആത്മാർത്ഥമായിട്ടുള്ള ശ്രമങ്ങളും നടത്തുന്നു എന്നുള്ളതാണ് ഈ കലാനിധി ട്രസ്റ്റിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. വളരെ ശ്ലാഘനീയമായിട്ടുള്ള ഒരു കാര്യമാണ്. അതിന്റെ ചുക്കാൻ പിടിക്കുന്ന കലാനിധി ട്രസ്റ്റിന്റെ നെടുന്തൂണായിട്ടുള്ള ശ്രീമതി ഗീത രാജേന്ദ്രൻ മേഡത്തിനാണ്. അത് അവരുടെ പ്രവർത്തനങ്ങളാണ് ഈ കലാനിധി ട്രസ്റ്റ് ഇത്രയും മികച്ച രീതിയിൽ മുന്നോട്ട് പോകുന്നത്.